ഹേ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഈ ചേമ്പിനെ കൊണ്ടുള്ള ചെറിയൊരു റെസിപ്പിയാണ് കേട്ടോ. എനിക്കറിയുന്ന വിധത്തിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം, കാരണം സംഭവം സക്സസ് ആയിട്ടുണ്ടായിന്. നമ്മൾ ഉപേക്ഷിച്ചൊരു സാധനത്തിൽ നിന്ന് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പ്രതിഫലം തിരിച്ച് കിട്ടുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലേ. അങ്ങനെ കിട്ടിയതാണ് നമുക്ക് ഈ ചേമ്പ്. ഇതിൻ്റെ വിത്ത് നമ്മൾ കളഞ്ഞിട്ടുണ്ടായതാണ്, പക്ഷേ അത് മുളച്ച് വലുതായിട്ടുണ്ടായി. വെറുതെ ഒന്ന് കളിച്ച് നോക്കുമ്പോഴേക്കും അതിലിഷ്ടം പോലെ ചേമ്പുണ്ടായിന്. പണ്ട് വീട്ടിൽ ഉമ്മാമി ഉണ്ടാകുന്ന ടൈമിൽ എപ്പോഴും ചക്ക ചേമ്പ് ഇതും കൊണ്ടുള്ള ഐറ്റംസ് ആയിരുന്നു. പക്ഷെ അന്നൊന്നും അത് നമുക്ക് വേണ്ട, കാരണം അത് കഴിച്ച് മടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇതൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്, കാരണം ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ചേമ്പ് ആദ്യം തന്നെ വേവിക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും അതേപോലെ വെളുത്തുള്ളി, ജീരകപ്പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കുറച്ച് വെള്ളം, ഇതൊക്കെ കൂടി അരച്ചിട്ട് നമുക്കെടുക്കാം. അങ്ങനെ നമ്മുടെ ചേമ്പ് ഇവിടെ നല്ല ഫൈനായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമുക്ക് വേവിച്ച് വെച്ച ചേമ്പിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ആവശ്യമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഇട്ടോട്ടോ, ഞാൻ കുറച്ചിട്ടിട്ടുണ്ടായി. ഇനി ഇതിലേക്ക് താളിക്കാൻ വേണ്ടി എണ്ണ ചൂടാക്കി അതിലേക്ക് ചെറിയുള്ളിയും കടുകും കറിവേപ്പിലയും കൂടിയൊക്കെ ഇട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ചേമ്പിൻ്റെ കറി, അല്ലെങ്കിൽ കറിയായിട്ടോ ചോറിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും വെറുതെ ആയിട്ടോ നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്